സമൂഹത്തിലെ ഓരോ നാടിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും രീതിക്കനുസരിച്ചും പലപ്പോഴും ഈ ഒരു വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടും നിക്കാഹിൻ്റെ മുമ്പുമൊക്കെ പല കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. ചില നാടുകളിൽ കണ്ടുവരുന്ന രീതി ഈ മോതിരം, അതുപോലെ തന്നെ ആഭരണം, വള, ഇതൊക്കെ നിശ്ചയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണിനെ കണ്ട് പറ്റിക്കഴിഞ്ഞാൽ അത് പറ്റി എന്നതിൻ്റെ ഒരു അടയാളമായി ഇത്തരം സംഗതികൾ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഇതൊന്നും ഇസ്ലാമിൽ ഒരു നിയമമായി പറഞ്ഞിട്ടില്ല. അതിന് സാധനങ്ങൾ കൈമാറുന്നതും എല്ലാം തന്നെ വിവാഹിതരായ ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. അതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വധൂവരന്മാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിക്കാഹോടുകൂടി മാത്രമേ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് അവർക്ക് അതിനുള്ള അവസ്ഥ വരുന്നത് എന്ന് മനസ്സിലാക്കുക. വിവാഹമെന്ന ഒരു കരാറിലൂടെ രണ്ടറ്റത്ത് നിലനിൽക്കുന്ന രണ്ട് വ്യക്തികളെ ഏറ്റവും ആത്മബന്ധമുള്ള രണ്ടാളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കരാർ ഏറ്റവും ലളിതമായ കരാർ, എന്നാൽ മീസാഖന ഗലീള, ഏറ്റവും ശക്തമായ കരാർ എന്ന് ഖുർആൻ പറഞ്ഞ ആ കരാറ് അതിൻ്റെ ശേഷം നടക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മുൻപൊരിക്കലും ആയിക്കൂടാ. ഒരന്യ സ്ത്രീയെ പോലെ തന്നെ താൻ കണ്ടിഷ്ടപ്പെട്ടുറപ്പിച്ച പെണ്ണിനെ അങ്ങനെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. അവൾ തനിക്കാരുമല്ല എന്ന ഒരു വ്യക്തതയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഉത്തരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എങ്കിൽ ഇവിടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പാരൻസ്, രക്ഷിതാക്കൾ, അവരുടെ ഭാഗത്തുണ്ടാകേണ്ട ചില ശ്രദ്ധകളുണ്ട്, അവരുടെ ഭാഗത്തുണ്ടാകേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. അതുകൂടി നമ്മൾ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരണം. ഈ ഒരു ഒന്നാമത്തെ ചോദ്യത്തോടുകൂടെ അതിൻ്റെ ഉത്തരത്തോടുകൂടെ തന്നെ വിഷയം ക്ലിയർ ആണെങ്കിൽ പോലും പാരൻസിന്, എൻ്റെ സംസാരം വീടുകളിൽ ഇരുന്ന് കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ കുട്ടിയുടെ കാര്യത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് പാലിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തന്നെ ആ മക്കളോടും മരുമോനോടും മോളോടും അല്ലെങ്കിൽ മോനോടും മരുമോളോടും ഒക്കെ ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരു വ്യക്തമായ ഉത്തരത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും നമ്മൾ പോവാണ്. അതാണ് ഇനി ഈ ഒരു സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പോയിന്റായി യഥാർത്ഥത്തിൽ വരേണ്ടത്. വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിക്കാഹ് കഴിഞ്ഞ ശേഷം മാത്രമേ കുട്ടിയെ വരന്റെ കൂടെ പറഞ്ഞേക്കുകയുള്ളൂ. അതിന്റെ മുമ്പ് ഉള്ള യാത്രകളും ഫോൺ ചെയ്യലുകളും വരവും കാര്യങ്ങളും എല്ലാം അതിനു മുമ്പ് ഉണ്ടാകാതിരിക്കലാണ് നല്ലത്. അതാണ് ഇതിന്റെ ശരി എന്ന് നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ വിവാഹ നിശ്ചയത്തിൽ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതെ, ഇതിൽ പലപ്പോഴും വിവാഹ നിശ്ചയങ്ങളിൽ ഇങ്ങനത്തെ ചർച്ചകളല്ല വരാറുള്ളത് എന്നതാണ്. മതപരമായ ചില വ്യക്തമാക്കലുകൾ പലപ്പോഴും വിവാഹ നിശ്ചയങ്ങളിൽ നടക്കാറില്ല. നോർമലായി സാധാരണഗതിയിൽ നാട്ടിൽ അതിനൊരു രീതിയുണ്ട്. കുറേ മുതിർന്ന കാരണവന്മാരുണ്ടാകും, രണ്ട് പക്ഷത്തുള്ള കുറച്ച് ആളുകളുണ്ടാകും. അവർ വളരെ നോർമലായി കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പറയുന്നു, നിർത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിരിയുന്നു എന്നതേ ഉള്ളൂ. ഇത്തരം വ്യക്തതകൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വളരെ നല്ലൊരു നിർദ്ദേശമാണ് സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കേൾക്കുന്ന ആളുകൾ, വിവാഹ നിശ്ചയങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർ വിവാഹ നിശ്ചയ സന്ദർഭങ്ങളെ മതത്തിൻ്റെ വിധികളിലുള്ള വ്യക്തതയുടെ വ്യക്തമായി അത് അവതരിപ്പിക്കുന്നതിൻ്റെ വേളകൾ കൂടിയാക്കി മാറ്റണമെന്നൊരു അഭ്യർത്ഥന ഈ ഒരു ചർച്ചയ്ക്കിടയിൽ നമ്മൾ പങ്കുവെക്കുകയാണ്. മാത്രമല്ല, നീട്ടി നിശ്ചയിക്കുക എന്നൊരു സ്വഭാവം, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ ശേഷം കല്യാണം നടത്താൻ, നിക്കാഹ് നടത്താമെന്ന് പറഞ്ഞ് നീട്ടി നിശ്ചയിക്കുന്ന ഒരു സ്വഭാവവും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഒരു തെറ്റായ വഴിക്ക് അവർ സംസാരിക്കാനും ഇടപഴകുവാനും ഒക്കെ കാരണമാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കല്യാണം നടത്താമെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിക്കുക എന്നതാണ്. എന്നാൽ അവർക്ക് വേണ്ടുവോളം സംസാരിക്കാം, അവർക്ക് ആ നിലക്ക് ജീവിക്കാം, എല്ലാം ചെയ്യാം. ഒരു പക്ഷേ ഇനി വീട്ടിൽ വല്ല അസൗകര്യങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിക്കാനോ ഒക്കെ വല്ല അസൗകര്യങ്ങളുമുണ്ട് എങ്കിൽ അതിനൊക്കെ അല്പസമയം കൊണ്ടുപോകാൻ ചിലപ്പോൾ അത്യാവശ്യമായി ചിലപ്പോൾ ആവശ്യമായി എന്ന് വന്നേക്കാം. എന്നാലും നിക്കാഹ് നീട്ടിക്കൊണ്ടുപോവുക, അടുത്ത വർഷം നിക്കാഹ് നടത്താമെന്ന് ഇപ്പോൾ നിശ്ചയിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവൾക്ക് വരുന്ന വിവാഹങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്നു, ഇവന് വരുന്ന വിവാഹങ്ങൾ വരുന്നില്ല. അവസാനം ഇവർ ഈ നിക്കാഹിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ഒഴിവായാൽ എത്രയും കാലം വെറുതെ പോയി രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട്
അത്തരം അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി വിവാഹ നിശ്ചയത്തിന്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ നിശ്ചയം കഴിഞ്ഞു എന്ന പേരിൽ അവരൊരുമിച്ച് യാത്ര ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വിടാതിരിക്കുക. അത് നിക്കാഹ് കഴിഞ്ഞ ശേഷം മാത്രമേ അതിന് പാടുള്ളൂ, അനുവാദമുള്ളൂ. അത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ രക്ഷിതാക്കൾ പാലിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കാതിരിക്കാൻ അത് ആവശ്യമാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.